Dear students, welcome to maths class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോർ പെയർസ് എന്നുള്ള കാര്യമാണ് ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്തത്. അതിൽ ഒരു ബോക്സിൽ 10 സ്ലിപ്സും 1 to 10 വരെ നമ്പേഴ്സ് എഴുതിയ സ്ലിപ്സും മറ്റേ ബോക്സിൽ 1 to 5 വരെ എഴുതിയ സ്ലിപ്സും ഉണ്ടെങ്കിൽ 2-3 പ്രോബബിലിറ്റീസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തിരുന്നത്. പേജ് 77 അതുപോലെ തന്നെയുള്ള മോർ പേജസിൽ വരുന്ന ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അതിനുശേഷം പേജ് 78 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതിൽ പേജ് 77 എക്സാമ്പിൾ ഇതാണ്. There are 50 mangoes in a basket, 20 of which are unripe. Another basket contains 40 mangoes with 15 unripe. If we take one mango from each basket, what is the probability of both being ripe? പിന്നെ അതിന് ശേഷം കുറച്ച് താഴോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പേജിൻ്റെ ഏകദേശം മിഡിലായിട്ട് കാണാം. Can't you compute the probability of both being unripe? അതുപോലെ തന്നെ അൺറൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്നാണ് ചോദ്യം. Then what is the probability of getting at least one ripe mango? ഏറ്റവും ചുരുങ്ങിയത് ഒരു റൈപ്പ് മാംഗോ എങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ പഴുത്ത മാങ്ങയും പഴുക്കാത്ത മാങ്ങയും, അതാണ് റൈപ്പ് മാംഗോ ആൻഡ് അൺറൈപ്പ് മാംഗോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ബാസ്ക്കറ്റുകളുണ്ട്. ഈ എക്സാമ്പിള് പേജ് 75 അല്ല 77 കേട്ടോ. എക്സാമ്പിൾ പേജ് 77. 2 ബാസ്ക്കറ്റ് ഉണ്ട്. ബാസ്ക്കറ്റ് 1 ആൻഡ് ബാസ്ക്കറ്റ് 2. ഒന്നാമത്തതിൽ 50 മാംഗോസ് ആണുള്ളത്, 20 ഓഫ് വിച്ച് ആർ അൺറൈപ്പ്. അപ്പോൾ അതിൽ 20 അൺറൈപ്പ് ആണെന്ന് പറഞ്ഞാൽ 30 എന്താണ്, റൈപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റൈപ്പ് മാംഗോസ് 30 ആൻഡ് അൺറൈപ്പ് മാംഗോസ് 20, അങ്ങനെ ടോട്ടൽ 50 മാംഗോസ് ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 40 മാംഗോസ് വിത്ത് 15 അൺറൈപ്പ്. അതിൽ 15 അൺറൈപ്പാണ്. ഓക്കെ, അൺറൈപ്പ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ റൈപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 40 ആണുള്ളത്. അപ്പോൾ 25 റൈപ്പ് മാംഗോസ് ഉണ്ടാവും, ടോട്ടൽ 40. അപ്പോൾ ഇനി നമ്മൾ പ്രോബബിലിറ്റി കാണുമ്പോൾ എത്ര പെയേഴ്സ് ഉണ്ടാവും എന്ന് നോക്കാം. എങ്ങനെ പെയേഴ്സ്? നമ്മളിപ്പോൾ ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് ഒന്നെടുക്കുന്നു, രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ നിന്ന് വേറൊന്നെടുക്കുന്നു. ഓക്കെ, അങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്നാമത്തതിലുള്ളത് പഴുത്തതാവാം, രണ്ടാമത്തതിലുള്ളത് പഴുത്തതാവാം, രണ്ടും പഴുത്തതാവാം. അല്ലെ ഒന്നാമത്തതിലുള്ള പഴുത്തത് രണ്ടാമത്തിൽ നിന്ന് എടുക്കുന്നത് പഴുക്കാത്തത് ആവാം. അതല്ലെങ്കിൽ ഒന്നാമത്തിൽ നിന്ന് എടുക്കുന്നതും രണ്ടാമത്തിൽ നിന്ന് എടുക്കുന്നതും രണ്ടും പഴുക്കാത്തതാവാം. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും നമുക്ക് പേഴ്സ് വരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബോക്സിലുള്ള എല്ലാ മാംഗോസിൻ്റെയും മുകളിൽ നമ്മൾ ഒരു ബ്ലാക്കിങ് കൊണ്ട് നമ്പേഴ്സ് ഇട്ടും ചരിക്കുക. അപ്പോൾ 1 to 50 വരെ നമ്പേഴ്സ് നമ്മളിടും, 1 to 50 വരെയുള്ള നമ്പേഴ്സ്. രണ്ടാമത്തെ ബോക്സിൽ എത്ര മാംഗോസ് ഉണ്ട്? 40 മാംഗോസ് ഉണ്ട്. അതിൽ നമ്മളൊരു ഗ്രീൻ കളർ കൊണ്ട് നമ്പർ ഇട്ടും ചരിക്കാം. അപ്പോൾ 1 2 3 4 ഇങ്ങനെ 40 വരെ ഗ്രീൻ കളർ കൊണ്ട് നമ്മൾ മാംഗോൻ്റെ മേലെ നമ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്നതെല്ലാം എന്തായിരിക്കും? റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്ത മാംഗോസ് ആയിരിക്കും. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്നതൊക്കെ ഗ്രീൻ കൊണ്ട് മാർക്ക് ചെയ്ത മാംഗോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ബോക്സിൽ നിന്ന് എടുത്തതും രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുത്തതും തിരിച്ചറിയാൻ എളുപ്പം കഴിയും ആ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മളിങ്ങനെ പെയേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര പെയേഴ്സ് ടോട്ടൽ ഉണ്ടാവും. ഇവിടെ 50 മാംഗോസ്, ഇവിടെ 40 മാംഗോസ്. അപ്പോൾ 50 × 40. ഓക്കെ, അപ്പോൾ 50 × 40, 5 × 4 = 20. പിന്നെ 2 സീറോസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പെയേഴ്സ് ഉണ്ടാവും. ടോട്ടൽ ദർ വിൽ ബി 22,000 പെയേഴ്സ്.
അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പ്രോബബിലിറ്റി എഴുതുമ്പോൾ ആ പ്രോബബിലിറ്റിയിലൊക്കെ ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? 2000 ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് അൺറൈപ്പ്, രണ്ടും അൺറൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ത്? പിന്നെ ബോത്ത് ബീയിങ് എന്താണ് റൈപ്പ്, രണ്ടും റൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? മറ്റൊന്ന്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ, ഒന്നെങ്കിലും റൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നമ്മൾ ഒന്നൊന്നായിട്ട് പ്രോബബിലിറ്റി കാണുന്നു. ഫസ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റൈപ്പ്. ഓക്കെ, ബോത്ത് ബീയിങ് റൈപ്പ്, രണ്ടും പഴുത്തതാവാനുള്ള പ്രോബബിലിറ്റി. രണ്ടും പഴുത്തതാവാനുള്ള പ്രോബബിലിറ്റി കാണുമ്പം ഇതിൽ എത്ര പഴുത്തതുണ്ട് നോക്കുക, ഇതിൽ എത്ര പഴുത്തതുണ്ട് നോക്കുക, അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ റൈപ്പ് 30 ആണ്, ഇവിടെ റൈപ്പ് 25. അപ്പോൾ 30 × 25 ന്യൂമറേറ്ററിൽ വരും. ഓക്കെ, 30 × 25 ഡിനോമിനേറ്ററിൽ എത്ര വരും? ടോട്ടൽ പേഴ്സ്, അതായത് 2000 വരും. അപ്പോൾ 3 × 25 75 ആണ് നമുക്കറിയാം. ഓക്കെ, 75. സോ 75, പിന്നെ ഈ 0 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 750/2000 എന്നുള്ളതാണ് എന്ത്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റൈപ്പ്, രണ്ടും പഴുത്തതാവാനുള്ള പ്രോബബിലിറ്റി. രണ്ടാമത്തത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് അൺറൈപ്പ്, രണ്ടും അൺറൈപ്പ് ആവാനുള്ള, രണ്ടും പഴുക്കാത്തത് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ പഴുക്കാത്തത് എത്ര, ഇതിൽ പഴുക്കാത്തത് എത്ര നോക്കാം. ഇവിടെ 20, ഇവിടെ 15. അപ്പോൾ 20 × 15 കാണാം. 20 × 15/2000. ഓക്കെ, 2 × 15 is 30. അപ്പോൾ 30 ഒരു 0 കൊടുത്താൽ 300. 300/2000. അതാണ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് അൺറൈപ്പ്. എടുക്കുന്ന രണ്ട് മാംഗോസും പഴുക്കാത്തതാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 300/2000 ആണ്. ഇനി മൂന്നാമതായി ചോദിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ. അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ. അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുന്നതിൽ ഒന്നെങ്കിലും എന്താവണം? പഴുത്തതാവണം. ഒന്നെങ്കിലും പഴുത്തതാവണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒന്ന് പഴുത്തത് ഒന്ന് പച്ചയുമാകാം, അല്ലെങ്കിൽ രണ്ടും പഴുത്തത് ആവണം. ഓക്കെ, രണ്ടെണ്ണത്തിൽ ഒന്നെങ്കിലും പഴുത്തതാവണം എന്ന് പറഞ്ഞാൽ ഒന്ന് പഴുത്തതാവാം, ഒന്ന് പച്ചയാവാം. രണ്ടും പഴുത്തതും ആവാം. എന്താവാൻ പാടില്ല? രണ്ടും പഴുക്കാത്തത് ആവാൻ പാടില്ല. രണ്ടും പഴുക്കാത്തത് ആവാൻ പാടില്ല. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ രണ്ടും പഴുക്കാത്തതായ പേയേഴ്സ് എത്രയുണ്ട് നമുക്കറിയാം. അത് ടോട്ടൽ പേയേഴ്സ് ഒന്ന് ഒഴിവാക്കുക. ഓക്കെ, ടോട്ടൽ പേയേഴ്സ് എത്രയാണ്? 2000 ആണ്. രണ്ടും പഴുക്കാത്ത പേയേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 300 ആണ്. അപ്പോൾ ആ 300 എന്ത് ചെയ്യുക? 2000 നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 1700 കിട്ടും. ആ 1700 പേയേഴ്സിലും ഉള്ള പ്രത്യേകത എന്താണ്? ഒന്നെങ്കിലും എന്തായിരിക്കും? പഴുത്തതായിരിക്കും. ഒന്നെങ്കിലും പഴുത്തതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ പേയേഴ്സിൽ രണ്ടും പഴുത്തതുണ്ടാവാം, ഒന്ന് പഴുത്തതും ഒന്ന് പച്ചയും ആവാം, അല്ലെങ്കിൽ പഴുക്കാത്തതും ആവാം. അപ്പോൾ ആദ്യത്തിൽ നിന്ന് എടുക്കുന്നത് പഴുത്തതും രണ്ടാമത്തിൽ നിന്ന് എടുക്കുന്നത് പഴുക്കാത്തതും ആവാം, അല്ലെങ്കിൽ ആദ്യത്തിൽ നിന്ന് എടുക്കുന്നത് പഴുക്കാത്തതും രണ്ടാമത്തിൽ നിന്ന് എടുക്കുന്നത് പഴുത്തതും ആവാം, അല്ലെങ്കിൽ ആദ്യത്തിൽ നിന്നും രണ്ടാമത്തിൽ നിന്നും എടുക്കുന്നത് രണ്ടും പഴുത്തത് ആവാം. ഈ രണ്ടിൽ നിന്നും എടുക്കുന്നത് പച്ചയാവാൻ പാടില്ല, അല്ലെങ്കിൽ പഴുക്കാത്തതാവാൻ പാടില്ല എന്ന് മാത്രം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഒന്നെങ്കിലും എന്നാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ബീയിങ് റൈപ്പ്, ഒന്ന് എങ്കിലും പഴുത്തത് എന്ന് പറഞ്ഞാൽ രണ്ടും പച്ചയാവാൻ പാടില്ല.
അപ്പോൾ രണ്ടും പച്ചയായിട്ടുള്ളത് ഒഴിവാക്കുക. ടോട്ടൽ പേയേഴ്സ് 2000 ആണ്. ആ 2000-ൽ നിന്ന് രണ്ടും പച്ചയായ അല്ലെങ്കിൽ രണ്ടും പഴുക്കാത്തതായ പേയേഴ്സിൻ്റെ എണ്ണം 300 ആണ്. ആ 300 മൈനസ് ചെയ്യുന്നു. എന്നിട്ട് താഴെ ടോട്ടൽ പേയേഴ്സായ 2000 എഴുതുന്നു. ഓക്കെ, അപ്പോൾ 2000-ൽ നിന്ന് 300 പോയാൽ 1700 ഉണ്ടാവും. 1700 ഡിവൈഡ് ബൈ 2000. ഓക്കെ, അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ മാംഗോ ബീയിങ് റൈറ്റ്. ഒരു മാങ്ങയെങ്കിലും പഴുത്തതാവാനുള്ള പ്രോബബിലിറ്റി. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു പ്രോബബിലിറ്റിയും കൂടെ നമ്മൾ എഴുതുക. എന്താണ് നാലാമത്തെ പ്രോബബിലിറ്റി? ഇപ്പോൾ ഇങ്ങനെ ചോദിച്ചിരുന്നു വിചാരിക്കാം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബീയിങ് അൺറൈപ്പ് എന്നാണ് ചോദിച്ചത് വിചാരിക്കാം. അറ്റ്ലീസ്റ്റ് വൺ ബീയിങ് അൺറൈപ്പ്. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബീയിങ് അൺറൈപ്പ്. അൺറൈപ്പ് എന്നായിരുന്നു ചോദിച്ചതെങ്കിൽ ഒന്നെങ്കിലും പഴുക്കാത്തത് ആവണം. അപ്പോൾ ഒന്ന് പഴുക്കാത്തത് ഒന്ന് പച്ചയുമാകാം, രണ്ടും പഴുക്കാത്തതാവാം. എന്താകാൻ പാടില്ലാത്തത്? രണ്ടും പഴുത്തതാകാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടും പഴുത്തത്. അപ്പോൾ രണ്ടും പഴുത്തത് എത്ര പേയേഴ്സിലുണ്ടോ അതങ്ങ് ഒഴിവാക്കിക്കളയാം. അപ്പോൾ രണ്ടും പഴുത്തതായിട്ടുള്ള പേയേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 750 ആണ്. ആ 750 എന്ത് ചെയ്യുക? 2000 നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 2000 മൈനസ് 750 ബൈ 2000 എന്ന് വരും. അപ്പോൾ 2000 നിന്ന് 750 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 1250. ഓക്കെ, അപ്പോൾ 1250 ബൈ 2000 ഇത് വരും. അതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബീയിങ് അൺറൈപ്പ്. ഒന്നെങ്കിലും പഴുത്തത് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ പേജ് 77-ലുള്ള എക്സാമ്പിളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണുള്ളത്? 78-ലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. വി ക്യാൻ മൂവ് ടു ദോസ് ക്വസ്റ്റ്യൻസ്. So questions പേജ് 78 അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തത് in a class 10A there are 30 boys and 20 girls. 10A എന്ന് പറയുന്ന ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുണ്ട്. in 10B there are 15 boys and 25 girls. 10Bയിൽ 15 boys and 25 ഗേൾസും ഉണ്ട്. 1 student is to be selected from each class. 2 ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? അത് രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടും ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വൺ ബീയിങ് ബോയ് ആൻഡ് ദി അതർ ഗേൾ? ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയും ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ബോയ്? ഒരു ബോയ് എങ്കിലും വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന് താഴെ വരുന്ന 4 ചോദ്യങ്ങൾ. സോ ക്വസ്റ്റ്യൻ 1, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. പേജ് 28-ലുള്ള ക്ലാസ് എ 10th A and 10th B ഉണ്ട്. അപ്പോൾ 10th A 10th B. 10th Aയിൽ 30 boys and 20 girls. ഓക്കെ, boys 30 and girls 20, ടോട്ടൽ 50. അതേപോലെ തന്നെ ഇവിടെ ബോയ്സും ഗേൾസും എത്ര നോക്കുക. 10th Bയിൽ there are 15 boys and 25 girls. അപ്പോൾ 15 boys 25 girls and there are total 40. ഓക്കെ,
അപ്പോൾ 10th എയിൽ നിന്ന് ഒരു കുട്ടിയെയും 10th ബിയിൽ നിന്ന് ഒരു കുട്ടിയെയും സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുന്ന പേഴ്സാണ് കിട്ടുന്നത് അല്ലേ. പേഴ്സ് ബോയ് ആൻഡ് ബോയ് എന്നുള്ള പേഴ്സ് കിട്ടും. ബോയ് ആൻഡ് ഗേൾ എന്നുള്ള പേഴ്സ് കിട്ടും. ഓക്കെ, ഗേൾ ആൻഡ് ഗേൾ എന്നുള്ള പേഴ്സ് കിട്ടും. അങ്ങനെയുള്ള പേഴ്സാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ എത്ര പേഴ്സ് ഉണ്ടാവും എന്നാണ് ചോദ്യം. അങ്ങനെയാകുമ്പോൾ 50 × 40. ഓക്കെ, 50 × 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 4 20 ആണ്. പിന്നെ 2 zeros വേറെ കിട്ടും 2000. അപ്പോൾ 2000 പേഴ്സ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ രണ്ടും ഗേൾസ് ആവാനുള്ള പ്രോബബിലിറ്റി കാണാൻ എന്ത് ചെയ്യുക? ഇതിലുള്ള ഗേൾസിൻ്റെ എണ്ണവും ഇതിലുള്ള ഗേൾസിൻ്റെ എണ്ണവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് താഴെ 2000 എഴുതാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. both being girls is equal to 10th എയിലെ ഗേൾസിൻ്റെ എണ്ണം 20, 10th ബിയിലെ ഗേൾസിൻ്റെ എണ്ണം 25. ഓക്കെ, സോ ബൈ 2000. അപ്പോൾ 2 × 25 50, പിന്നെ ഒരു 0 കൂടി ചേർക്കുക, 500/2000. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. സിംപ്ലിഫൈ ചെയ്തിട്ട് 1/4 എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ എഴുതാം. അപ്പോൾ ഈ 2 zeros കട്ട് ചെയ്തു. പിന്നെ 5/20 ഉണ്ടാവും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 4. സോ 1/4 എന്ന് സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെ എഴുതാതെ, സിംപ്ലിഫൈ ചെയ്യാതെ സ്മോളസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാതെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടും ഗേൾസ് സെലക്ട് ചെയ്യപ്പെടുന്ന 10 എയിൽ നിന്നും 10 ബിയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾ രണ്ടുപേരും ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്, രണ്ടും ബോയ്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ ഇതിലെ ബോയ്സിൻ്റെ എണ്ണം 30, ഇതിലെ ബോയ്സിൻ്റെ എണ്ണം 15. അപ്പോൾ 30 × 15, 30 × 15/2000. അപ്പോൾ 3 × 15 is 45. അപ്പോൾ 450/2000 എന്ന് വരും. ഇവിടെ നമുക്ക് 0 തമ്മിൽ കട്ട് ചെയ്യാം. പിന്നെ 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 0 കട്ട് ചെയ്തു. 45ൽ എത്ര 5 ഉണ്ടെന്ന് വെച്ചാൽ 9 5s ഉണ്ട്. പിന്നെ 200ൽ, ഇപ്പോൾ 20ൽ 4 5s ആണുള്ളത്. അപ്പോൾ 200ൽ 45s ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 9/40 എന്ന് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാം. ദെൻ തേർഡ് വൺ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 boy and 1 girl? ഓക്കെ, 1 boy and 1 girl. Third one, probability of 1 boy and 1 girl. ഒരു ബോയും ഒരു ഗേളും വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഒരു ബോയും ഒരു ഗേളും എന്ന് പറഞ്ഞാൽ 10th എയിൽ നിന്നുള്ള ബോയും 10th ബിയിൽ നിന്നുള്ള ഗേളും ആവാം. അല്ലെങ്കിൽ 10th എയിൽ നിന്നുള്ള ഗേളും 10th ബിയിൽ നിന്നുള്ളത് ബോയും ആവാം. ഈ രണ്ട് രീതിയിലും വരാം. അപ്പോൾ അങ്ങനെ ഒന്ന് ബോയും ഒന്ന് ഗേളും ആവാനുള്ള പ്രോബബിലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടും ബോയ്സ് ആവുന്ന പേയേഴ്സ് നമ്മൾ ഒഴിവാക്കുക, രണ്ടും ഗേൾസ് ആവുന്ന പേയേഴ്സും ഒഴിവാക്കുക. അത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന പേയേഴ്സിലെല്ലാം ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ബോത്ത് ബീയിങ് ഗേൾസ്, രണ്ടും ഗേൾസ് ആവുന്ന പേയേഴ്സിൻ്റെ എണ്ണം കിട്ടി എത്രയാണ്? 500 ആണ്. രണ്ടും ബോയ്സ് ആവുന്ന പേയേഴ്സിൻ്റെ എണ്ണം കിട്ടി, അത് 450 ആണ്. അപ്പോൾ 500ഉം 450യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 950. ആ 950 നമ്മൾ ഒഴിവാക്കി കളയാം. ഇപ്പോൾ 2000 പേയേഴ്സാണ് ആകെ ഉള്ളത്. ആ 2000 പേയേഴ്സിൽ നിന്നും 950 പേയേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ 1050 പേയേഴ്സ് ഉണ്ടാവും. ആ 1050 പേയേഴ്സിൽ 1 വിൽ ബി ബോയ് ആൻഡ് ദി അതർ വിൽ ബി ഗേൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 2000ൽ നിന്ന് മൈനസ് ചെയ്യുക. എന്തോന്ന്?
രണ്ടും ഗേൾസ് ആയിട്ടുള്ള പേയേഴ്സ് 500 ആണ്, പ്ലസ് രണ്ടും ബോയ്സ് ആയിട്ടുള്ള പേയേഴ്സ് 450 ആണ്. 450 അത് രണ്ടും ഒഴിവാക്കുക, എന്നിട്ട് താഴെ 2000 തരിക. സോ ദാറ്റ് ഈസ് ദ റിക്വയർഡ് പ്രോബബിലിറ്റി. സോ 500 പ്ലസ് 450 950, 2000 മൈനസ് 950 ഈസ് 1050 ഡിവൈഡ് ബൈ 2000 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 0 ഒക്കെ കട്ട് ചെയ്യാം. 105 എത്ര 5 ഉണ്ട് നോക്കാം. 105 21 5 ഉണ്ടാവും. 200 45 ഉണ്ടാവും. അപ്പോൾ 21/40 എന്ന് എഴുതാം. അങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാം. സോ 1 ബീയിങ് ബോയ് ആൻഡ് ദി അതർ ബീയിങ് ഗേൾ, ദാറ്റ് പ്രോബബിലിറ്റി ഈസ് വാട്ട് 21/40 ഓർ 1050 ഡിവൈഡ് ബൈ 2000 എന്ന് നമുക്ക് കിട്ടും. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്? അറ്റ്ലീസ്റ്റ് 1 ബോയ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ആൺകുട്ടിയാവാന്നുള്ള. അപ്പോൾ രണ്ടും ആൺകുട്ടിയാവാം, ഏതെങ്കിലും ഒന്ന് ആൺകുട്ടിയാവാം. ഓക്കെ, രണ്ടും എന്താവാൻ പാടില്ല, പെൺകുട്ടിയാവാൻ പാടില്ല എന്നാണ്. അപ്പോൾ രണ്ടും പെൺകുട്ടികളായിട്ടുള്ള പേയേഴ്സിൻ്റെ എണ്ണം നമുക്കറിയാം എത്രയാണ്, 500. ആ 500 2000 നിന്ന് ഒഴിവാക്കി കളയാം. ബാക്കിയുള്ള പേയേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് എന്തായിരിക്കും, ഒന്ന് എങ്കിലും ബോയ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ബോയും ഒന്ന് ഗേളും ആവാം ബാക്കിയുള്ള പേയേഴ്സിലെല്ലാം. അതല്ലെങ്കിൽ രണ്ടും ബോയ്സ് ആവാം. അപ്പോൾ എല്ലാ പേയേഴ്സും എടുത്തു കഴിഞ്ഞാൽ ജനറലി വി ക്യാൻ സേ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് ഈസ് വാട്ട് ബോയ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ രണ്ടും ഗേളായിട്ടുള്ളത് ഒഴിവാക്കുക. അപ്പോൾ ഫോർത്ത് വൺ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ്, അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ടോട്ടൽ പേയേഴ്സ് 2000 ആണ്. ആ 2000 നിന്ന് രണ്ടും ഗേൾസ് ആവുന്ന പേയേഴ്സ് അത് 500 ആണ്. ആ 500 നമ്മൾ മൈനസ് ചെയ്യുന്നു, എന്നിട്ട് ഡിവൈഡ് ബൈ 2000 എന്ന് എഴുതുന്നു. സോ 2000 മൈനസ് 500 ഈസ് 1500, ദാറ്റ് ഡിവൈഡ് ബൈ 2000. ഓക്കെ, അപ്പോൾ ഇവിടെ 2 zeros, ഈ 2 zeros രണ്ടും കട്ട് ചെയ്തു. പിന്നെ 15/20 ഉണ്ടാവും. 15/20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 3/4. അപ്പോൾ 3/4 ആണ് ആ പ്രോബബിലിറ്റി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ബീയിങ് അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു കുട്ടി എങ്കിലും ആൺകുട്ടിയാവാനുള്ള പ്രോബബിലിറ്റി. Okay, then we can move to second question in the same page. Question 2, page 8 അല്ല, page 78. ഓക്കെ, page 78 ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2 ഡിജിറ്റ് നമ്പർ. ഒരാളോട് ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ അയാൾ എവിടെ നിന്ന് പറയാൻ തുടങ്ങും നമുക്കറിയാം. 1 to 9 വരെ 1 ഡിജിറ്റ് നമ്പറാണ്. 10ലാണ് 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10 മുതൽ അയാളിങ്ങനെ പറയാനുള്ള സാധ്യത ഉണ്ട്. എവിടം വരെ പറയാം? 99 വരെ അയാൾ പറയാം. 100 ആണെങ്കിൽ അത് 3 ഡിജിറ്റ് നമ്പറായി മാറി. അപ്പോൾ 10 to 99 വരെയുള്ള ഏത് നമ്പറും അയാൾ പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നിട്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് ദ സെയിം? അങ്ങനെ പറയുന്ന 2 ഡിജിറ്റ് നമ്പറിലുള്ള 2 ഡിജിറ്റും സെയിം ഡിജിറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലാർജർ? ആ പറയുന്ന 2 ഡിജിറ്റ് നമ്പറിലെ ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ ലാർജർ, വലുതാവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് സ്മോളർ? ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ സ്മോളർ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇങ്ങനെ 3 കാര്യങ്ങളാണ് ആ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ്
2 ഡിജിറ്റ് നമ്പേഴ്സാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ടു ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10-ലാണ്. പിന്നെ 10, 11 എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനം 98, 99-ൽ ചെന്ന് അവസാനിക്കും. ഓക്കെ, അപ്പോൾ ആകെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുക. 1-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 99-ലാണ് അവസാനിക്കുന്നതെങ്കിൽ ദർ വിൽ ബി 99 നമ്പേഴ്സ്. പക്ഷേ അതിൽ 10-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്ര എണ്ണം ഇല്ല? 1 to 9 വരെയുള്ള 9 എണ്ണം ഇല്ല. അപ്പോൾ 99-ൽ 9 കുറവാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 90 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണെന്ന് വെച്ചാൽ 90 നമ്പേഴ്സാണ്. ഓക്കെ, 90 നമ്പേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ എഴുതേണ്ട നമ്പറാണെന്ത്? 90. ഓക്കെ, ഡിനോമിനേറ്റർ എഴുതേണ്ടത് 90 ആണ്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് സെയിം? രണ്ടും സെയിം ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ രണ്ടും ഒന്നൊന്നായിട്ട് നമുക്ക് ചെയ്യാം. ബോത്ത് ഡിജിറ്റ്സ് സെയിം. രണ്ട് ഡിജിറ്റ്സ് സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11 ഉണ്ടാവും, 22, 33, 44, 55, 66, 77, 88, 99. അങ്ങനെ 9 നമ്പേഴ്സ്. ഇയാൾ പറയുന്ന 2 ഡിജിറ്റ്സ് നമ്പേഴ്സിൽ 9 നമ്പേഴ്സിൻ്റെയും പ്രത്യേകത ഈ 2 ഡിജിറ്റ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ടോട്ടൽ എത്ര ഉണ്ട്? 90 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രോബബിലിറ്റി ഓഫ്, അപ്പോൾ 9 നമ്പേഴ്സ്. ഓക്കെ, 9 നമ്പേഴ്സാണുള്ളത്. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഡിജിറ്റ്സ് സെയിം. 2 ഡിജിറ്റ്സും സെയിം ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 9/90 ആണ്. 9/90. അതിന് നമുക്ക് വേണമെങ്കിൽ ഇനി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 1/10 എന്ന് കിട്ടും. 1/10. 9 divided by 9 is 1 and 90 divided by 9 is 10. So 1/10 എന്ന് കിട്ടും. രണ്ടാമത്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലാർജർ? ഒന്നാമത്തെ ഡിജിറ്റ് ലാർജർ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. സെക്കൻഡ് വൺ, ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ. ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആവുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 10 എഴുതുന്നു. 10 എഴുതുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് ലാർജറാണ്. സെക്കൻഡ് ഡിജിറ്റ് 0 ആണ്. 0യേക്കാൾ വലുതാണ് 1. ഓക്കെ, ഇനി അങ്ങോട്ട് 11 എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വലായി. 12 എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ ഡിജിറ്റാണ് വലുത്. 13, 14, 15, 16, 17, 18, 19 ഇതിലെല്ലാം രണ്ടാമത്തെ ഡിജിറ്റാണ് വലുത്. ആദ്യത്തേത് വലുതല്ല. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് 20 ആണ്. 20 എടുത്തു കഴിഞ്ഞാൽ ഇത് ലാർജർ ദാൻ 0. അവിടെ ഒന്നുകൂടെ കിട്ടും 21. 21ലും അങ്ങനെ തന്നെയാണ്. 22 മുതൽ 22 ഈക്വലായി. 23 മുതൽ 29 വരെ എന്തായിരിക്കും? രണ്ടാമത്തെ ഡിജിറ്റ്സ് ആയിരിക്കും വലുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊരു ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ ദർ ആർ ഓൺലി 1 നമ്പർ, സെക്കൻഡ് ലൈൻ ദർ ആർ 2 നമ്പേഴ്സ്. ഈ പറഞ്ഞ പ്രത്യേകത ഉള്ളത്, അതായത് ഫസ്റ്റ് ഡിജിറ്റ് ഈസ് ലാർജർ ദാൻ ദ സെക്കൻഡ്. ഇനി നമ്മൾ 30-ൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ 30, 31, 32, 33 ആകുമ്പോൾ ഈക്വലായി. 34, 35, 39 വരെ എല്ലാം എന്താണ്? സെക്കൻഡ് ഡിജിറ്റാണ് വലുത്. അപ്പോൾ ഈ റോയിൽ എത്ര എണ്ണം വരും? 3 എണ്ണം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ 40, 41, 42, 43 എന്ന് വരും. 4 എണ്ണം വരും. ഓക്കെ, ആ 50-ൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 എണ്ണം വരും. ഓക്കെ, ഇങ്ങനെ 60-ൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 6 വരും. 70-ൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7, 80-ൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8, 90-ൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9. ഓക്കെ, 90, 91, 92, 93, 94, 95, 96, 97, 98. 98 വരെ ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്? വലുതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രത്യേകതകളുള്ള, അതായത് ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ദാൻ സെക്കൻഡ് ആയിട്ടുള്ള എത്ര
എത്ര പേയേഴ്സ് ഉണ്ട്, എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഇയാൾ പറയുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സിലെ ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ വലുതായിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടാവും എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി, ഇത് ആഡ് ചെയ്താൽ മതി. ഇത് 1 + 2 + 3 + 4 etc. +9. അത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ലെസണിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ 1 + 2 + etc. +9 അത് കിട്ടാൻ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചാണ് n × n + 1/2. അപ്പോൾ 9 × 9 + 1 10, 10/2. ഓക്കെ, അപ്പോൾ 90/2 ദാറ്റ് ഈസ് 45. അപ്പോൾ 45 നമ്പേഴ്സിൽ ആകെയുള്ളത് എത്രയാണ്, 90 നമ്പേഴ്സ്. ഈ 90 നമ്പേഴ്സിൽ 45 നമ്പേഴ്സിലും എന്തായിരിക്കും, ഫസ്റ്റ് ഡിജിറ്റ് വിൽ ബി ലാർജർ ദാൻ ദ സെക്കൻഡ്. അപ്പോൾ പ്രോബബിലിറ്റി നമുക്ക് കാണാം. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ. ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 45/90 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2. അപ്പോൾ 1/2 ആണ് ആദ്യത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റിനേക്കാൾ വലുതാവാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് ലാർജർ ദാൻ സെക്കൻഡ്, ദാറ്റ് പ്രോബബിലിറ്റി ഈസ് 45/90, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇനി അതിൽ ഒന്നുകൂടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് സ്മോളർ. ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ള ചോദ്യമുണ്ട്. ഫസ്റ്റ് ഡിജിറ്റ് ബീയിങ് സ്മോളർ. നമ്മളിത് മായ്ക്കുന്നു. ഇനി ഫസ്റ്റ് ഇവിടെയൊക്കെ ഫസ്റ്റ് ഡിജിറ്റ് ലാർജറാണ്. ഇനി 2 കേസസ് ആണ് വരുന്നത്. ഒന്നെന്താണ്, ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആവാം, സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ സ്മോളർ ആവാം. മറ്റൊന്ന് ഫസ്റ്റ് ഡിജിറ്റും സെക്കൻഡ് ഡിജിറ്റും സെയിം ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇതുപോലെ എഴുതേണ്ട കാര്യമില്ല. എന്താണ്, ബോത്ത് ഡിജിറ്റ് സെയിം, ഈ 2 ഡിജിറ്റും സെയിം ആയിട്ടുള്ളത് എത്രയാണ്, 9 എണ്ണമാണ്. 9 എണ്ണം. പിന്നെയോ ഫസ്റ്റ് ഡിജിറ്റ് ലാർജറായിട്ടുള്ള എത്രയാണ്, 45. അപ്പോൾ 45 + 9 എത്രയായി, 54 ആയി. ആ 54 കഴിച്ച് ബാക്കിയുള്ളതിലെല്ലാം എന്തായിരിക്കും, ഫസ്റ്റ് ഡിജിറ്റ് ഈസ് സ്മോളർ ദാൻ ദ സെക്കൻഡ് ഡിജിറ്റ്. ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ സ്മോളർ ആയിരിക്കും. അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ദാൻ സെക്കൻഡ് ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ ബോത്ത് ഡിജിറ്റ്സ് സെയിം ആയിട്ടുള്ളത് എത്ര പേയേഴ്സ് ഉണ്ട്, 9 നമ്പേഴ്സ്. ഓക്കെ, 9 നമ്പേഴ്സ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡിജിറ്റ് ലാർജർ ആയിട്ടുള്ളത് എത്രയുണ്ട്, 45 നമ്പേഴ്സ് ഉണ്ട് അല്ലേ, 45 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി, 54 ആയി. 45 + 9 54. ഇത് കഴിച്ച് ബാക്കിയുള്ളതിലെല്ലാം എന്തായിരിക്കും, ഫസ്റ്റ് ഡിജിറ്റ് വിൽ ബി സ്മോളർ ദാൻ ദ സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ്
ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പേഴ്സ് ടോട്ടൽ 2 ഡിജിറ്റ് നമ്പറായ 90യിൽ നിന്ന് 90 നമ്പേഴ്സാണ് 2 ഡിജിറ്റ് നമ്പേഴ്സുള്ളത്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ 54 കുറയ്ക്കുക, എന്നിട്ട് താഴെ 90 ഇടുക. അപ്പോൾ 90 - 54 = 46 എന്ന് കിട്ടും അല്ലേ. 46 അല്ല 36. സോ 36/90 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ 36 എന്ന് പറയുന്നത് എന്താണ്, 3ൻ്റെ മൾട്ടിപ്പിളാണ്. 90 3ൻ്റെ മൾട്ടിപ്പിളാണ്. സോ വി ക്യാൻ സിംപ്ലിഫൈ ഇറ്റ്. 1 2 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് 12 കിട്ടും. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 30. ഓക്കെ, അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ 4/10 2/5. Okay, that's equal to 2/5. 2 6 12 and 5 6 30. അപ്പോൾ 2/5 എന്നുള്ള ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ എഴുതാം. ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാം 2/5. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തേൽ നമ്മൾ എന്താ ചെയ്തത്, ഈ എഴുതിയിരിക്കുന്ന എല്ലാ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും പ്രത്യേകത എന്താണ്, ഒന്നുകിൽ 2 ഡിജിറ്റ്സും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് സ്മോളർ ദാൻ സെക്കൻഡ് ആയിരിക്കും. ഈ 3 രീതിയിലേ വരുള്ളൂ, അല്ലാത്ത മറ്റൊരു രീതിയിലും വരില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ബോത്ത് ഡിജിറ്റ്സ് സെയിം ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തി. അത് 9 ആണെന്ന് മനസ്സിലായി. പിന്നെ ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ ലാർജർ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തി. അത് കണ്ടെത്തിയപ്പോൾ നേരത്തെ നമുക്ക് കണ്ടെത്തിയപ്പോൾ കിട്ടിയതിന് 45 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 54 ആയി. അപ്പോൾ ഈ 54 നമ്പേഴ്സ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിലും ഫസ്റ്റ് ഡിജിറ്റ് വിൽ ബി സ്മോളർ ദാൻ ദ സെക്കൻഡ്. സോ ടോട്ടൽ നമ്പേഴ്സ് 90 ആണ്. 90യിൽ നിന്ന് 54 കുറച്ചു, അപ്പോൾ എത്ര കിട്ടി, 36. സോ ദ 36/90 ദാറ്റ് ഈസ് സിംപ്ലിഫൈഡ് ടു ബ്രോട്ട് ഇറ്റ് ടു ദ ഷോർട്ടസ്റ്റ് ഫോം, സ്മോളസ്റ്റ് ഫോം. എന്താണ്, 2/5. അപ്പോൾ 2/5 ഈസ് ദ പ്രോബബിലിറ്റി of the first digit